ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കുടുംബശ്രീ പ്രവർത്തകർ. വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് അര ഏക്കറോളം സ്ഥലത്ത് കാലവർഷത്തെ അതിജീവിച്ച് ചെണ്ടുമല്ലി കൃഷി വിളയിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025. വില്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ ഒരുമിച്ചാണ് ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലി വസന്തം തീർത്തത്. കോരിച്ചൊരിഞ്ഞ മഴ കൃഷിക്ക് തടസ്സമായെങ്കിലും മഴയെ അതിജീവിച്ചാണ് കുടുംബശ്രീ പ്രവർത്തകരായ സൗമിനിയും സിനിജയും ചെണ്ടുമല്ലി വിളയിച്ചത്. അര ഏക്കറോളം സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിജുള നിർവഹിച്ചു. കൃഷിഭവനിൽ നിന്നും ലഭിച്ച തൈകളും പ്രോത്സാഹനവും ഗ്രാമപഞ്ചായത്തിന്റെ കൈത്താങ്ങുമാണ് കൃഷിയിൽ നൂറുമേനി വിളയിക്കാൻ ഇവർക്ക് സഹായമായതെന്ന് ഇവർ പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾക്ക് തൈ കിട്ടിയ വില്യാപ്പള്ളി പഞ്ചായത്ത് മുഖേന കൃഷിഭവനിൽ നിന്നാണ് 500 തൈ വാങ്ങി നട്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴയത്തും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വിളവെടുപ്പിനുള്ളവർക്ക് ഇതായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും സഹകരണം നാട്ടുകാരും പിന്നെ വികസന സമിതിൻ്റെ തൊഴിലുറപ്പുകാരും ഒക്കെ സഹകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും എല്ലാവരും ഇതിന് വേണ്ട പ്രത്യേകിച്ച് കൃഷി ഓഫീസർ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ കൂടെ നേരിട്ടും വന്ന് അയാളുടെ സഹകരണം നല്ലോണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച തോതിലുള്ള ഒരു വിളവെടുപ്പ് ആയി. ചെറിയ ചെറിയ ഓർഡർ ഇപ്പോൾ വരുന്നുണ്ട്. ഇനിയും തുടർന്ന് എല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാലാണ് ഇതൊരു വിജയമായിട്ട് പറയാൻ പറ്റും. പ്രാദേശിക വിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി വിറ്റൊഴിക്കാനാണ് ഇവരുടെ തീരുമാനം. മറുനാടൻ പൂക്കൾ വിപണി കീഴടക്കുമ്പോൾ ഗ്രാമീണമായി വിളയിച്ച പൂക്കൾക്ക് ഇത്തവണ ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.